കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു വാർത്തയുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു ഒബ്സർവേഷൻ. വൈഫ് ഇസ് നോട്ട് എ മെയ്ഡ്. ഭാര്യ ഒരു വീട്ടുജോലിക്കാരിയല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു നിയമമല്ല, ഇത് ഒരു വിവാഹമോചന കേസിൽ സുപ്രീം കോടതി മുന്നോട്ട് വെച്ച ഒരു ഒബ്സർവേഷനാണ്. ഭർത്താവ് ഭാര്യ വീട്ടുജോലികൾ ചെയ്യുന്നില്ല എന്നുള്ളതൊരു ക്രൂരതയായി കാണിച്ചപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചൊരു കാഴ്ചപ്പാടാണിത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു ചിന്താഗതി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. കുട്ടികൾ വീട്ടിലെ ജോലി ചെയ്യുന്നത് ഒരു നോർമൽ കാര്യമായി കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് വലുതാവുമ്പോൾ തോന്നില്ല അതൊരു ഭാരമായിട്ട്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ശരിയാണ്, പെൺകുട്ടികൾ ജോലി ചെയ്യട്ടെ, ആൺകുട്ടികൾ വളരട്ടെ, പുറത്തു പോയി പഠിക്കട്ടെ എന്നൊക്കെ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും നമ്മൾ അവിടെയാണോ ജീവിക്കുന്നത്? ഒരിക്കലുമല്ല. ആൺകുട്ടികൾ സ്കൂളിൽ പോകുന്നതിനോടൊപ്പം പെൺകുട്ടികളും സ്കൂളിൽ പോകുന്നു, അവരും പഠിക്കുന്നു. അവർ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെ വീട്ടുജോലി ചെയ്യാൻ പഠിക്കുന്നത്? നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ആൺകുട്ടികൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ചിലപ്പോൾ അതിലും ഓമനിച്ചായിരിക്കും പെൺകുട്ടികളെ വീട്ടിൽ വളർത്തുന്നത്. അപ്പോൾ കല്യാണം കഴിച്ച ഉടനെ അവളിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ ഒരു തെറ്റാണ്. മാറ്റം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങാം. എൻ്റെ മകനോട് ഞാൻ പറയുന്നു, നീ കഴിച്ച പാത്രം നീ കഴുകി വെക്കൂ. അമ്മ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ അമ്മയുടെ കൂടെ വന്ന് നിന്ന് സഹായിക്കുകയല്ല. ഒരു കറി ഉണ്ടാക്കുമ്പോൾ എൻ്റെ പങ്ക് ഉള്ളി മുറിക്കുന്നതാണെങ്കിൽ നിൻ്റെ പങ്ക് എണ്ണ എടുത്തുകൊണ്ട് വരുന്നതാകട്ടെ, അങ്ങനെ ഒരു കറി ഉണ്ടാകട്ടെ. ഇങ്ങനൊരു ചിന്താഗതിയാണ് നമ്മൾ മാറ്റേണ്ടത്. ഇങ്ങനെയൊരു കാഴ്ചപ്പാടാണ് നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ആൺകുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ അവനോട് പറയുകയാണ്, എടാ ഇന്ന് നീ അത് ചെയ്യൂ, നാളെ നീ അത് ചെയ്യൂ. അപ്പോൾ അവൻ വലുതാകുമ്പോഴുണ്ടല്ലോ, വിവാഹം കഴിക്കുമ്പോൾ അവൻ ആ ഇൻസ്ട്രക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഭാര്യ പറയേണ്ടി വരും അവനോട് ചെയ്യാൻ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. രണ്ടുപേർ ഒരുമിച്ചൊരു വീട്ടിൽ ജീവിക്കുമ്പോൾ ആ വീട്ടിലെ കാര്യങ്ങൾ രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് അവൻ മനസ്സിലാക്കി വളരട്ടെ. അങ്ങനൊരു ചിന്തയുടെ മാറ്റം നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുമ്പോൾ ഭാവിയിൽ കോടതിക്ക് ഇങ്ങനത്തെ ഒബ്സർവേഷൻസ് ഒന്നും മുന്നോട്ട് വെക്കേണ്ടി വരില്ല. പെൺകുട്ടികളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആൺകുട്ടികളെല്ലാം ചെയ്യട്ടെ എന്ന് നമ്മളും വിചാരിക്കരുത്. നമുക്കുമുണ്ട് തുല്യ പങ്കാളിത്തം. തീർച്ചയായും ഒരു ജോലി കണ്ടെത്തുക. ഇനി ജോലി കണ്ടെത്തിയാൽ മാത്രം മതിയോ? പോരാ. ആ കിട്ടുന്ന ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നും നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെ ആൺകുട്ടികളിലും പെൺകുട്ടികൾക്കും വേണ്ടുന്ന മാറ്റം ഉണ്ടാക്കി നമ്മൾ അവരെ വളർത്തുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.